ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കെ, സാനിക്ക് ഉറക്കം ശരിയല്ല സാനി ശരിയാ. സാനിക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് 10 മണിക്ക് പല്ലിന് അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഫ്രണ്ടിലെ പല്ല് അവൻ്റെത് ചീത്തയായിപ്പോയി, ഇത്രയും ഏർലി ഏജിൽ തന്നെ ചീത്തയായി. അപ്പോൾ അത് കാരണം അത് ശരിയാക്കണം സാനിക്ക്. ആണിയൊക്കെ അതായത് ബേബി ആണെങ്കിൽ ഉറക്ക ക്ഷീണത്തിലാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ട് നോക്കാം. ഓക്കെ, വൺസ് അഗെയിൻ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ദോശ ആണ് വന്നത്. മസാല ദോശ അല്ല, സാധാ ദോശ. അങ്ങനെ എല്ലാവരും ദോശ കഴിക്കുക. ബേബിയൊക്കെ കഴിക്കുന്നുണ്ട്. ബേബി ടേസ്റ്റി. എൻ്റെ ദോശ എത്തി. ചായ. ബേബി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയൊന്നും ഇല്ല. ബേബി കിടക്കാനുള്ള പരിപാടി. ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഈ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. ചായ എത്തി. സാനി ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. സാനി ഒരു ദോശ ബാക്കിയാണല്ലടാ, കഴിക്കോ. നല്ല ചൂട് ചായ. ഫുഡ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളങ്ങനെ പുറത്തിറങ്ങി. ഇന്ന് 2 പണി ഫസ്റ്റത്തേലുണ്ട്. ഒരെണ്ണം സാനിയുടെ പല്ലൊന്ന് സെറ്റാക്കാനുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് പോസ്റ്റ് ഓഫീസിലൊന്ന് പോകാനുള്ളതാണ്. അപ്പോൾ അത് 2 കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ. ഫസ്റ്റ് സാനിനെയും ചാലുവിനെ അവിടെ ഇറക്കാം, കാരണം നമുക്ക് നേരെ പോസ്റ്റ് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഈശ പോളിക്ലിനിക്, ഇവിടെയാണ് സാനിയുടെ പല്ല് റൂട്ട് കനാൽ ചെയ്യുന്നത്. നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനി പോസ്റ്റ് ഓഫീസിലേക്ക് നടന്നു പോവാം. സാനി ചാലു അവർ 2 പേരാണ് ഇതിൻ്റെ അവിടെ ഉള്ളത്, അവിടെ പല്ല് റെഡിയാക്കുന്ന അടുത്തുള്ളത്. ഓക്കെ, നമ്മളപ്പോൾ അവിടെ നിന്ന് വന്ന് സാനിനെ ചാലുവിനെ പല ഡോക്ടറെ അടുത്ത് അവിടെ നിന്ന് എടുത്തു. അപ്പോൾ അവരെ എടുത്ത് നമ്മളിതാ തിരിച്ച് പോവാണ്. ബേബി കളേഴ്സ്, ബേബി ഇത് എവിടെ നിന്നിട്ട് കളേഴ്സ് കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താ സ്പൈഡർമാൻ? ഇതെന്താ ഹാദിയുടെ ടോയാണ്. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ചിഞ്ചു ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിഞ്ചുവിനൊന്ന് കാണണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ബേബി വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ അതിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മളിത് അവിടെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്കിവിടുന്ന് ചോറ് കിട്ടിയില്ല, ആകെ ദോശ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ സദ്യ സൂപ്പറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മളെ കൂടെ ചിഞ്ചുവും വന്നിട്ടുണ്ട് സദ്യ കഴിക്കാൻ. ഓക്കെ, ബേബിയാണ് ഇപ്പോൾ ഇറങ്ങാണ്ട് ഇപ്പോൾ വണ്ടി തന്നെ ഇരിക്കണത്. ബേബിക്ക് എന്ത് പറ്റി? വണ്ടിയിൽ നിന്ന് തീരെ ഇറങ്ങാതെ ടോയ്സ് ഷോപ്പിൽ കയറണമെന്ന് പറഞ്ഞു. എന്നിട്ട് എങ്കിൽ മാത്രമേ ഇറങ്ങുള്ളൂ. അവസാനം ആ ടോയ്സിൻ്റെ ഷോപ്പിലോട്ട് കയറി. അപ്പോൾ ഇതാണ് നമ്മുടെ സദ്യ. ചിഞ്ചു പറഞ്ഞ ഷോപ്പാണ്. നമുക്കിനി ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഷോപ്പാണോ നമുക്ക് കഴിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഈ പപ്പടവും സാമ്പാറും കൂടി വരാണ്ട് എൻ്റെ പ്ലേറ്റല്ല വാഴയിലയിൽ. അതിൻ്റെ ഞാൻ കഴിച്ച് നോക്കും. സാമ്പാറും പപ്പടം ആടിയിട്ടെ എന്താ ഞാൻ റിവ്യൂ ചെയ്ത്. അപ്പം ഞാൻ ഇവിടെ എല്ലാം കൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പപ്പടം കൂടി വന്നിട്ടാണ് എനിക്കിനി കഴിക്കാൻ പറ്റുള്ളൂ. അത് പാഴ്സല്ലേ. ഇവിടെ പപ്പടം കിട്ടി. ഇനി എനിക്ക് കഴിക്കാൻ തുടങ്ങാം. നമുക്കിനി ഇല്ലിടാം, കുടിക്കാം. ഞാൻ സൂപ്പർ സദ്യ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും, ഞാനും ഹാനിക കൈ കഴുകി. പായസം കഴിച്ചുകൊണ്ടിരിക്കുക. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പോകുന്നതാണ് കാണുന്നത്. ഓക്കെ, ഫുഡ് അടിച്ച് കഴിഞ്ഞത് എല്ലാവരും വണ്ടിയിലേക്ക് നടക്കുകയാണ്. വണ്ടിയുടെ ചാവി എൻ്റെ അടുത്തായതുകൊണ്ട് എല്ലാവരും അവിടെ പോയി പിടിച്ച് നിൽക്കേ ഉള്ളൂ. ചാവി എൻ്റെ അടുത്ത്. ഓക്കെ, അതാണ് രാജ ഐലൻഡ്. രാജ ഐലൻഡ്. രാജ ഐലൻഡ് അല്ലേ?
അവിടെ ബോർഡ് തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങോട്ട് എങ്ങനെ പോവാ? ഇവിടുത്തെ അവിടെ അവരുടെ ബോട്ടിന് കൊണ്ടുപോകുന്നത് ബോട്ട് അവിടെ ബോട്ടൊക്കെ ഓടിച്ചിട്ടൊക്കെ ഉണ്ട് ഞാനില്ലേ ജിമ്മി അവർ ഓടിക്കാൻ തന്നിട്ട്. നിങ്ങൾക്ക് ഞാൻ ഇങ്ങോട്ടാ വേണ്ട. അതെ അതെ ഞങ്ങൾ ഐലൻഡിൽ കേറിയിട്ടില്ല. കേറിയിട്ടില്ല. പക്ഷെ അവിടെ ചുറ്റുപാടത്തൊക്കെ അവിടെ ജയറാമിന്റെ ഒക്കെ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടടാ. നമ്മള് ചാവക്കാട് പോയി ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിലൊക്കെ പോയി ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കാറ്റിൽ പോകാന്നുള്ളതാണ്. കഴിഞ്ഞ രാത്രി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളധികം കയറാൻ നിന്നില്ല. അപ്പോൾ നമ്മളൊരു പകല് ടൈമിൽ പോകാൻ പരിപാടി. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു 4 മണിക്കാറ്റിൽ. നൈറ്റിലെ വ്യൂസാണ് കണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്, വണ്ടികളൊക്കെ കാണുന്നുണ്ട്. അപ്പം എന്തായാലും ഇവിടെ കയറി നോക്കാം. ഓക്കെ, ടിക്കറ്റ് വാങ്ങിക്കണം. 20 രൂപ ചാർജ് ഇടാം. ജാക്കറ്റൊക്കെ ഇടാൻ വേണ്ടി പോകണം. ഓക്കെ, ഓ ലൈഫ് ജാക്കറ്റ്. ഓക്കെ, ആർക്കാണ്? ബേബിക്കൊക്കെ പാർക്കിൽ പോകാനുള്ള ഉദ്ദേശത്തിലാണ്. ഓ, അപ്പം നമ്മൾ ബേബി ജാക്കറ്റ് ഇട്ടു. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇതേ വഞ്ചിയിൽ പോകാൻ പോകും. ഓക്കെ, കയറിക്കോ, വഞ്ചിയിൽ കയറി. വലുതാ, കേറിക്കോ. ആ ഓക്കെ, കേറിക്കോ. ബേബി ലുക്ക് അറ്റ് ദിസ്. പിടിക്കടാ. ആ യെസ്, അങ്ങനെ നമ്മൾ വഞ്ചിയിൽ പോവാണ്. വഞ്ചി ഇതാ നീങ്ങുന്നു. അവിടെ റൊണാൾഡോ. ബേബി തിരിഞ്ഞു നോക്കിയേ, ദേ റൊണാൾഡോ. ബേബി റൊണാൾഡോ അതേ കാണുന്നു. റൊണാൾഡോ ആ ഭാഗത്ത് ശരിക്കും കുട്ടികൾ കളിക്കാനുള്ളതാണ്. പെഡല് ചവിട്ടിയിട്ട് ആ ഭാഗത്തൊക്കെ പോവാണ്ടില്ലേ. നല്ല മെനക്കെട്ട പരിപാടിയാണല്ലേ. ചവിട്ടി അത് ചവിട്ടി നമ്മളെ കാലിന്റെ ഇത് തീരൂലേ. ആ ചാലു പേടിച്ചാണ് അവിടെ പോയിട്ടിരുന്നത്. ആ അതെ പേടിച്ചിട്ടാണ് അവിടെ പോയിരുന്നത്. ധൈര്യമില്ല അവിടെ ഇരിക്കാൻ. ഇവിടെ അധികം ആയണ്ട. ആ അത് മുളന്ന് കുത്തിയ. ആ കുറച്ച് ആയുണ്ട്. ബാമ്പു കൊണ്ടാ. ബേബിക്ക് പാർക്കിൽ പോകാനുള്ള തിരക്കാണ്. ബേബി വി ഹാവ് ടു ഗിവ് ദാറ്റ് സൈഡ്. ഇല്ല വരില്ല. ബാക്കിയുള്ള ഓട്ടോ ഉണ്ട്. പാർക്കിൽ പോകാനുള്ളതാണ്. പാർക്കിൽ പോകുന്ന പിള്ളേർ നോക്കൂ. പാർക്കിൽ പോകുന്ന പിള്ളേര് പാർക്കിലേക്ക് പിന്നിന്റെ പോലെ തോന്നി. പാർക്കിലേക്ക് സൂക്ഷിച്ച്. ബി കെയർഫുൾ ബേബി, ബി കെയർഫുൾ. ചെറിയ ബ്രിഡ്ജാണ്. ബി കെയർഫുൾ. ഹാർട്ട് കണ്ട, ഹാർട്ട്. ഇതാണ് ഹാർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ബി കെയർഫുൾ. ഓക്കെ, ഫിനിഷ്. എന്താണ് ചെയ്യുന്നത്? ഓ വലിയ ഫിഷാണ് അവിടെ. വലിയ ഫിഷ് ഉണ്ട്. ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഫിഷ്. ഇവിടെ വന്നവരൊക്കെ പോയി ആ ഭാഗത്ത് ലാസ്റ്റ് കാറ്റും കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു മനുഷ്യനില്ല ഇവിടെ കളിക്കുന്നിടത്തല്ലേ. ഇഷ്ടം പോലെ കളിക്കാം. ഒരാളും ഇല്ല.
അതില് കേറി ചിരിച്ച് 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 ലാസ്റ്റ് കരഞ്ഞിറങ്ങി. ഇപ്പൊ അടുത്തേല് കേറുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിലെന്തോ ഞാനും ഒക്കെ കേറി സാറില്ല പോട്ടെ, കേറിക്കോ കേറിക്കോ. ഉമ്മ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്തിലോ കേറിട്ട് ഞാൻ താഴെ വീണിട്ടുണ്ടായില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പില്ല, അതിന്റെ മുമ്പട്ടോ എപ്പോഴോ അത് ഇതിലെന്തോ കയറിയപ്പോൾ എന്റെ കൈ പൊട്ടിയൊരു വീട്. അതെ, അത് ഞാൻ ഇപ്പൊ പറയാൻ പോയി, അപ്പൊ തന്നെ ഹാനി താഴെ വീണ്. ഹാനി ഫസ്റ്റ് എത്തി. ഇറതേ അപ്പുറത്തേൽ കൂടിയാന്ന് തോന്നുന്നുണ്ട് വരുന്നത്. അതെ, ഓക്കെ കമോൺ. അവിടെ വെള്ളം ഉണ്ടാ? അയ്യോ ചെലപ്പോ ഉണ്ടാവായിരിക്കും, ഇവിടെ മഴ പെയ്തിട്ടേ. അവിടെ മണ്ണൊക്കെ ഉള്ള കാരണം അവള് കേറണില്ല. എന്തേ ബേബി ഇവിടെ എത്തി? ആ മതി 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 മതി. നെക്സ്റ്റ് ജമ്പ് ചീത്തയായി, ജമ്പ് ചെയ്യാനൊന്നുമില്ല. നിങ്ങക്ക് വേണമെങ്കിൽ അതില് കേറാം, ആ ഊഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്ക, 4 ആൾക്കും ഇരിക്കാം. എന്ത് ആ 4 ആളും കേറിയിട്ടുണ്ട്. ഇക്കാനെ കൊണ്ട് ഒറ്റയ്ക്ക് ഉണ്ടല്ലോ നടക്കൂലട്ടാ, ബാക്ക് പെയിൻ. ബാക്ക് പെയിൻ മറന്നിട്ടാണ് ഉന്തിക്കൊണ്ടിരിക്കണത്. ഇത്ര ദിവസം ന്യൂറോ തെറാപ്പി ഒക്കെ ചെയ്തതിന് ഗുണമില്ലാണ്ടാവും. ആ ഇതില് കേറിക്കോ. വന്നു അവിടെ അത് ഇതിലാണ്. ഇതിന്റെ ഷെഡിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ അതിന് മഴ കൊള്ളൂലല്ലോ, മഴ അധികം നീണ്ടു പോകില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പരിപാടി ഫുൾ അവസാനിപ്പിക്കും. പക്ഷെ കറങ്ങുന്നത് ഭയങ്കര സംഭവം. ഫോട്ടോ കൊടുത്ത് ബേബി ടയർഡായി ഐസ്ക്രീം വേണമെന്നാ പറയുന്നത്. അപ്പൊ ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് ബൈ ഐസ്ക്രീം. ഓക്കെ, ഐസ്ക്രീമും ഹോർലിക്സും അത് രണ്ട് എന്ത് കോമ്പിനേഷനാ? ഐസ്ക്രീം ഹോർലിക്സും മുക്കി കഴിക്കും. ആ നല്ല കാറ്റുണ്ട്. ആ ഓക്കെ. വേണ്ടി കയറിയിരിക്കണം. തൊട്ടപ്പുറത്തെ ഇതിന്ന് ചായ കുടിക്കാൻ നേരത്തെ ഞങ്ങൾ ഇങ്ങോട്ട് മാറി. കാടമുട്ട കാണുന്നുണ്ട്. ഇപ്പൊ ചാലിനെ പറഞ്ഞേക്കാൻ വേണ്ടി കാടമുട്ട വാങ്ങിക്കാൻ. ചാലു കാടമുട്ട കഴിക്കാണ്. ബേബിയും കഴിക്കണില്ലേ? അവൾക്ക് ആ മസാല ഇഷ്ടായില്ല, എരുണ്ട്. ഹാനി കഴിച്ചാ? ഇഷ്ടായ? ആ ഹാനി കഴിച്ചു. ബേബി കഴിച്ചു. ട്രൈ ഇറ്റ്. ദാറ്റ് ഈസ് എഗ്, സ്മോൾ എഗ്. യമ്മി.
നോ 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 ഡ്രസ്സിൽ തേക്കണ്ട. ഓ അവന് ചായ വന്നു, ചായ കുടിക്കണം. ആ എങ്കിൽ അവളുടെ ഹോർലിക്സ് കൊടുക്കാൻ. ഹോട്ടില്ലല്ലോ, ഹോട്ടില്ല, ചൂടാറ്റി. സാധനം സിഹാരയുടെ ഹോർലിക്സ് അവൾ തന്നെ കുടിക്കുകയാണ്. അവര് ചൂടാറ്റി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? വാപ്പ കാടമുട്ട കഴിക്കാണ്. ടേസ്റ്റ് ഉണ്ടാ? മസാല കൂട്ടി കഴിക്കും, അപ്പോഴാ ടേസ്റ്റ്. ഇത് എന്താണ്? ബോംബെ ബോബ മാംഗോ ആണ് അത്. അതെന്താണ് ബോബ? വേറെ ബോബ സ്ട്രോബെറിയാ. ബാബു ജയിച്ചു എന്നാ? എന്തിന്? ഞാനെന്ത് മത്സരം നടത്തിയാ? സ്ട്രോബെറി ജ്യൂസ് പറഞ്ഞടാ. അതെ, സ്ട്രോബെറിയാണ്. ബേബി യു ലൈക്ക് ഇറ്റ്? ആ ഓക്കെ ഓക്കെ. ഐസ്ക്രീമാ? മലേഷ്യന്ന് വാങ്ങിയില്ല. ആ മലേഷ്യന്ന് അതാണ് സ്ട്രോബെറി ബോബ. ഇത് മാംഗോ ആണോ? മാംഗോ മാംഗോ. സ്ട്രോ പേപ്പറിൻ്റെതാ ആ സാധനം നല്ലല്ല പറയണ. ആ ബോൾസ് പോലത്തെ സാധനം നല്ലല്ല വയറിന്. ഇത് ഇതെന്താണ്? സ്ട്രോ പേപ്പർ സ്ട്രോ ആണ്? പ്ലാസ്റ്റിക്കാ? ഓ അപ്പൊ ബെൻഡാവില്ല. പിന്നെ വല്ലപ്പോഴൊക്കെ ഒന്നും കുടിച്ചാൽ കുഴപ്പമില്ല. അതെ. ഇതെന്താണ്? ബോബല്ലേ? ബോബയും ബബിൾ ടീ. ബബിൾ ടീ സ്പൈസി ആണല്ലോ. ടേസ്റ്റ് ഉണ്ടോ ബേബി? ടേസ്റ്റ് ബേബി തന്നെ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് അതേ പോകുന്നു. ഗ്ലാസ് പൊട്ടിക്കാണ്ട് അവിടെ എത്തിയാൽ മതിയായിരുന്നു. അതേ പോകുന്നു. എത്തിയ അവിടെ എത്തിയാ? ആ കൊടുത്തു ഭാഗ്യം. നമ്മളുടെ ചായയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിനി മെല്ലെ ഇവിടെ നിന്ന് മുങ്ങാന്നുള്ള പരിപാടിയാണ്. പോവാം. ഇവിടുന്ന് ടോയ്സ് വാങ്ങിച്ചു. ബേബി ടോയ്സ് കാണിച്ചേ. ഓ ഡോക്ടറിൻ്റെ അത് വാങ്ങിക്കുന്നത്. രണ്ടാമത്തെ സെറ്റ് ഡോക്ടർ ദാനി കപ്പലാണ്ടി കഴിക്കണം. കപ്പലാണ്ടി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ 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 അതെ. ഓ നമ്മളൊരു എന്തിൻ്റെ ഉള്ളിലേക്കായി പോകുന്നത്? എന്തിൻ്റെ ഉള്ളിലേക്കായി പോണ്? ബി കെയർഫുൾ. എന്തത്? ഓ ഭയങ്കരല്ലോ ഇവിടെ. ഓ ഈ കൊള്ളാലോ. ആഹാ മീനുണ്ടാ? ആ കൊള്ളാലോ അല്ലേ? ഓ എന്തൊരു കളറല്ലേ. പിന്നെ എന്നിട്ട് വേണം വെള്ളത്തിൽ താഴ്വീണ വെള്ളത്തിൽ കുളിക്കാൻ. വെറുതെ പോണ്ടാ. അവരെല്ലാവരും അപ്പുറത്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഈ ഒരു ഏരിയ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മളേതോ ഐലൻഡിന്റെ ഉള്ളിലൊക്കെ വന്ന് പെട്ട പോലെയുണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ കണ്ടൽക്കാടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാം. കാരണം ആ സൈഡിൽ കൂടെ പോയിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരാം. നല്ലൊരു വ്യത്യസ്തമായ അനുഭവമാണ്. പിന്നെങ്കിലോ ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ എല്ലാ മരത്തിന്റെ ഇടയിൽ കൂടെ ആയിട്ട് ഇങ്ങനെ പോകാം. ഞാൻ ഫസ്റ്റ് ആ വഴി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം ഞാൻ ഈ വഴി ചാടിയിട്ടാണ് പോയത്. പക്ഷെ സാനി ഹാനി ആ വഴി കണ്ടുപിടിച്ചു. അപ്പൊ അതുവഴി കറങ്ങിയിട്ടാണ് പോയത്. അടിപൊളിയായിരുന്നു. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. നേരെ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്ത് നടക്കണം. കപ്പലണ്ടി കഴിക്കും വണ്ടിയിലെത്തിയിട്ട് കഴിക്കും. ഓക്കെ മിഠായിയുടെ പൈസ ഫുള്ള് കൊടുത്തു ഞാനാണ്. പത്തെണ്ണത്തിന്റെ പൈസവും ഞാനാ കൊടുത്തത്. സമ്മതിച്ചു.
അത് കുലുക്കി ഹബ്ബ്, 4 മണിക്കാറ്റ് അങ്ങനല്ലേ. താറാവ് ഒരുപാട് കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് താറാവാണോ? ദേ രാത്രി അവർ കയറി കേൾക്കടാ ബേബി. ആ ഫ്ലാമിംഗോ അത് വെള്ളത്തേക്ക് ചാടോ പോ, അത് വെള്ളത്തേക്ക് ചാടോ. Baby, what is that, baby? Duck quack. Quack. കണ്ടാ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇവിടെ നല്ല സൗകര്യം ഉണ്ട്. കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്യാവുന്നതാണ്. കുറേ ഷോപ്പുകളുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ബോട്ടിങ് സൗകര്യം, കയാക്കിംഗ് സൗകര്യങ്ങൾ, അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതിൻ്റെ സ്പെഷ്യാലിറ്റീസ് കാണിച്ചു തരാം, എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഇവിടെ ഒരു ബോർഡിൽ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ബോർഡിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം. പെഡൽ ബോട്ട് ഉണ്ട്, പിന്നെ വാട്ടർ സൈക്ലിങ്, കയാക്കിങ്, വഞ്ചിയിൽ കൊണ്ടുപോകും എല്ലാം ഉണ്ട്. ചെറിയ പ്രോഗ്രാമൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റേജ് ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? സ്റ്റേജിലൂടെ പ്രോഗ്രാം നടത്താം. ഇവിടുത്തെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 20 രൂപയാണ് എൻട്രൻസ് ഫീസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു മനുഷ്യനില്ല, കടകളൊക്കെ തുറന്നിട്ടുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഒരു ഫാമിലി പോലും ഇല്ല. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു വൈബുള്ളൂ. ഇവിടെ വെറുതെ പോയിട്ട് പാർക്കിലൊക്കെ ഒമാരെന്നെ കളിക്കണം, വേറെ ആരും ഇല്ല ഫാമിലി ആയിട്ടൊന്നും. രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഇഞ്ചുറി വന്നു, ഹാൻഡ് കാലിന് ചെറിയൊരു പരിക്ക് പറ്റി. തൊട്ടടുത്തുള്ള ഫാർമസിയിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഈ എൻ്റെ ഭാഗത്തായിട്ട് തൊലിയൊന്ന് പോയിട്ടുണ്ട്, അതാണ് പ്രശ്നം. പക്ഷെ സംഭവം ഞങ്ങൾ 2 പേരും നടന്നിട്ടാണ് പോയത്. നടന്ന് തിരിച്ചു വരുന്ന സമയത്ത് അധികം ദൂരമൊന്നുമില്ല, അടുത്തായിരുന്നു. പക്ഷെ നല്ല മഴ, ഞങ്ങൾ 2 പേരും നനഞ്ഞു. അപ്പോൾ ഇവിടെ ഇവർ താഴത്തേക്ക് ടർക്കി കൊണ്ടുവന്നു. ടർക്കി തേനാണ്, ടർക്കിക്ക് തലക്ക് തോന്നും. ബേബി മഴ ആയതോട് ഫുള്ള് ഹോർലിക്സിലാണ്. മഴ അതെ അതെ. ഇന്ന് 2 ഡോക്ടർ ടോയ്സ് ആണ് വാങ്ങിച്ചത്, 2 എണ്ണം. ഒരെണ്ണം ഉച്ചയ്ക്ക്, ഒരെണ്ണം വൈകുന്നേരം. ശരിയാ. അതെ, 2 ഡോക്ടർ സെറ്റ് വാങ്ങിച്ചതാ. പക്ഷെ മറന്നുപോയി. ഒരെണ്ണം ഡെന്റിസ്റ്റാ. ഇനി അതിൽ വെച്ചോ, ഈ പ്ലാസ്റ്റർ വേണമെങ്കിൽ അതിൽ വെച്ചോ. ഡോക്ടറാണ്. ദാറ്റ് ഈസ് പ്ലാസ്റ്റർ. ഓക്കെ, ബാൻഡേജ്. Keep it with you. My family doctor. അതെ, ഫാമിലി ഡോക്ടറായിട്ട്. പ്ലാസ്റ്റർ ഞാനിപ്പോൾ വാങ്ങിച്ചതാണ്, ബാൻഡേജ് ഇപ്പോൾ വാങ്ങിച്ചതാണ്. ഇതിനെ പ്ലാസ്റ്റർ എന്ന് പറയാം, ബാൻഡേജ് എന്നാ പറയാ. ഓക്കെ, അപ്പോൾ അത് വാങ്ങിച്ചതാണ്. ഇൻ കേസ് അവൻ്റെ കെട്ട് അഴിഞ്ഞ് പോകണമെങ്കിൽ ഒട്ടിക്കാണിച്ച് വാങ്ങിച്ചതാണ്. നമ്മൾ ഫുഡ് ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ചപ്പാത്തി കഴിക്കാന്നുള്ള രീതിയിലാണ്, ചപ്പാത്തിയും വെജിറ്റബിൾ കറി. അപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ എന്താ പറഞ്ഞേ? പൊറോട്ട, ചപ്പാത്തിയും ഫ്രൈഡ് റൈസാ. ആ, ബേബി പിന്നെ ഓൾവേസ് ഹോർലിക്സ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമുക്ക് 5 kg കിട്ടിയില്ലായിരുന്നു ഹോർലിക്സ്. പക്ഷേ ഇപ്രാവശ്യം ചാവക്കാട് EMK ഗ്രൂപ്പ് അവിടെയാണ് കയറിയത്. പക്ഷെ അവിടെ നമുക്ക് 5 kg ഇപ്രാവശ്യം കിട്ടിയില്ല. നമ്മൾ 2 kg വാങ്ങിച്ചിട്ടുണ്ട്. ചാലുവിൻ്റെ ഫ്രൈഡ് റൈസ്, ഞങ്ങളുടെ വെജിറ്റബിൾ കറി, ചപ്പാത്തി, ബേബി ഫ്രൈഡ് റൈസ്. നിങ്ങളെന്താ? പൊറോട്ട എത്തിയിട്ടില്ല, വെയിറ്റ് ചെയ്യും. ഓക്കെ, പൊറോട്ട വെയിറ്റ് ചെയ്യും. നമ്മുടെ ബട്ടർ ചിക്കൻ എത്തി.
നല്ല സൂപ്പർ കുളിച്ച് നിൽക്കണ പോലെ ഉണ്ട്. ഓ ഇതെന്താ മേലെ പാലിട്ട് വെച്ചിട്ട് സെറ്റായി നിൽക്കണം. ഓ കഴിക്കാനൊക്കെ കഴിച്ചത് ഇഷ്ടമാണെങ്കിലോ കഴിച്ചത് ഇഷ്ടമായിട്ട് നിങ്ങളോട് വീടൊക്കെ ഉണ്ടാക്കിയോ? ഇഷ്ടമായ solid 9.67. Okay. റൂമിലൊക്കെ എത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എന്ന് ഉറങ്ങാൻ പോണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.